ഹലോ ഗൈസ്, ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ ക്ലോസറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്ലോസറ്റിൻ്റെ 4-5 പൈപ്പ് നമ്മൾ ഇടുന്ന ബാത്റൂമിൽ ഇടുന്ന 4-5 പൈപ്പ് അത് നമ്മൾ എപ്പോഴും ഒരു ഇഞ്ചെങ്കിലും പൊന്തിച്ച് കട്ട് ചെയ്യണം. നേരെ ക്ലോസറ്റിൻ്റെ ഔട്ട് പൈപ്പ് നേരെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കാനാണ്. എന്നിട്ട് ബാത്റൂം ഫുള്ളും നമ്മൾ ക്ലീൻ ആക്കി ഇടണം. അപ്പോൾ നമ്മൾ നേരെ മോട്ടർ അടിച്ചിട്ട് പച്ച പൈപ്പ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കുന്നത്. മൊത്തം ഒന്ന് പൊടിയെല്ലാം അടിച്ച് കളയുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസറ്റ് അളവൊക്കെ നോക്കുക. ക്ലോസറ്റ് കൃത്യമല്ല 9 ഇഞ്ച് എല്ലാം ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നമ്മൾ പൈപ്പ് 9 ഇഞ്ച് കൃത്യം ടൈലൊട്ടിച്ചിട്ട് 9 ഇഞ്ച് കിട്ടണേ നോക്കിയിട്ട് ക്ലോസറ്റ് നേരെ പൈപ്പിൽ എടുത്ത് വെക്കുക. നമ്മൾ വെച്ച ഭാഗം പൈപ്പിൽ തന്നെയാണ് ക്ലോസറ്റ് ഇരുന്നിക്കണമെന്നുള്ളതൊന്ന് നോക്കുക. അങ്ങോട്ടും നീക്കി നോക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ ക്ലോസറ്റ് വെച്ചത് ഒന്ന് അളവ് നോക്കണം, അങ്ങോട്ട് ചെരിഞ്ഞിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ബാക്ക് ഭാഗം ഒന്ന് ടാപ്പ് വെച്ച് അളന്നാൽ മതി, നമുക്ക് കൃത്യം കിട്ടും. അങ്ങോട്ട് ചെരിഞ്ഞിക്കണമെന്നുള്ളത് നോക്കാൻ വേണ്ടി കിട്ടും. എന്നിട്ട് ചെരിവുണ്ടെങ്കിൽ നമ്മളോട് നീക്കുക, അല്ലെങ്കിൽ ഓക്കെ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്യുക. അടിയിൽ പെൻസിലായിട്ട് മാർക്ക് ചെയ്യുക. ക്ലോസറ്റിൻ്റെ ഫുൾ അടിഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ കളർ പെൻസിലായിട്ട് സാധാ പെൻസിലായിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ടൈലിന്മേൽ അങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇത് വൈറ്റ് സിമെൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണത്. നമ്മൾ ടാപ്പായിട്ട് അളന്ന് നോക്കിയാൽ നമ്മളൊന്ന് കുറച്ച് ബാക്കിൽ നിന്നിട്ട് നോക്കുക ക്ലോസറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ ഇരിക്കണമെന്നൊക്കെ. ചിലപ്പോൾ ചുമരിൻ്റെ ഒക്കെ ചെറിയ ബെൻഡൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയ ഡൗട്ടൊക്കെ തോന്നും. അപ്പോൾ നമുക്കൊന്ന് നോക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ നമ്മൾ വൈറ്റ് സിമെൻറ്റ് മിക്സ് ആക്കില്ല. വൈറ്റ് സിമെൻറ്റിന്മേലാണ് നമ്മൾ ഈ ക്ലോസറ്റ് ഇരുത്തുന്നത്. ആകുമ്പോൾ പിന്നെ നമുക്കൊരു ടെൻഷൻ വേണ്ട, ഒരു കംപ്ലയിൻറ്റും വരില്ല, ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല, വെള്ളം ലീക്കാ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്യേണ്ടത് വൈറ്റ് സിമെൻറ്റ് ഇരുത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് ചെക്ക് ചെയ്യും. വൈറ്റ് സിമെൻറ്റ് ഇതേപോലെ ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് നമ്മൾ നേരെ വെച്ച് കൊടുക്കണം. ഈ പെൻസിൽ മാർക്ക് നിങ്ങൾ കാണണ്ടാവും, റെഡ് പെൻസിൽ മാർക്ക് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ വൈറ്റ് സിമെൻറ്റുമ്പോൾ നേരെ ക്ലോസറ്റ് കൊടുന്ന് വെക്കുകയാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ ലെവല് നിർബന്ധമാണ്. ഈ സൈഫോണിക് ക്ലോസറ്റ് ആകുമ്പോൾ ലെവല് നിർബന്ധമാണ്. ലെവലാക്കി വെക്കുക. എന്നിട്ട് ഫുള്ള് ക്ലീനാക്കി നീറ്റാക്കിയാൽ സെറ്റപ്പ് ആവും.